ഇന്നലെ ഇന്നലെ 33 വായിച്ചായിരുന്നു. അതിന്റെ സ്വധർമ്മം ചെയ്തില്ലെങ്കിൽ ഉള്ള കുഴപ്പങ്ങളെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഈ സ്വധർമ്മത്തിൽ നിന്ന് പിന്മാറരുതെന്നുള്ള ഒരു ഇതായിരുന്നു കൃഷ്ണൻ പറഞ്ഞത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാം സ്വധർമ്മം നമ്മളെല്ലാം അവരവരുടെ വാസനയിൽ കൂടി മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. വാസനയിൽ നമ്മൾ ഇതൊക്കെ എൻ്റെ സ്വഭാവം നല്ല അതിൽ നിന്ന് അതിൽ സമർപ്പണ ബുദ്ധിയിൽ കൂടി പോയാലേ നമുക്ക് ഇതിനകത്ത് മോക്ഷാവസ്ഥയിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആ സ്വധർമ്മത്തിന്റെ ഇമ്പോർട്ടൻസാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. അടുത്ത 34. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയം സംഭാവിതസ്യ ചാകീർത്തിർ മരണാതിരിച്യതേ. മാത്രമല്ല ജനങ്ങൾ നിന്നെപ്പറ്റി എന്നേക്കും ദുഷ്കീർത്തി പറഞ്ഞു വരുത്തും. ബഹുമാനിതന് അപകീർത്തി മരണത്തെക്കാൾ കവിഞ്ഞതുമാണല്ലോ. അപ്പം ദുഷ്കീർത്തി വരുന്നതിനെ കുറിച്ച് പറയാം. ഒരു നല്ല റെസ്പെക്റ്റബിൾ ഇരിക്കുന്നതായിരിക്കും ബഹുമാനിതമായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ദുഷ്കീർത്തി എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഭയാനകമാണെന്നുള്ള രീതി പറയുക. പേർ പുകഴുന്ന ഒരു നേതാവിന് മരണത്തെക്കാൾ മോശമാണ് അപകീർത്തി എന്ന് പ്രസ്താവിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു. 35. ഭയാദ്രണാദുപരതം മസ്യന്തേ ത്വം മഹാരഥാം യേഷാം ച ത്വം ബഹുമതോ ഭൂത്വായാസ്യസി ലാഘവം. നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് മഹാരഥന്മാർ വിചാരിക്കും. ആർക്ക് നീ ബഹുമാനിതനായി ഭവിച്ചിരുന്നുവോ അവരുടെ ദൃഷ്ടിയിൽ നീ ഇപ്പോൾ നിസ്സാരനായി തീരുകയും ചെയ്യും. ലോകം നിന്നെ പഴിക്കും. നിന്റെ ചീത്തപ്പേര് ഒരിക്കലും മായ്ച്ചു കളയാനാവില്ല. മാത്രമോ ഇവിടെ കൂടിയിരിക്കുന്ന ശത്രുപക്ഷത്തെ മഹാരഥന്മാരൊക്കെ നിന്നെ പരിഹസിക്കില്ലേ? ഭീരത്വം കൊണ്ടാണ് നീ യുദ്ധകളത്തിൽ നിന്ന് ഓടിപ്പോയത് എന്നാണ് അവർ പറയുക. ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികളെ ഓർത്ത് നീ പിന്മാറുന്നെന്ന് ഇവരൊക്കെ കരുതുമെന്നാണോ നിന്റെ വിചാരം? നിന്നെ ഒരു ഭീരുവായി അവർ കണക്കാക്കും, നിന്ദിക്കും. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ നാണക്കേടുണ്ടോ? അപ്പം കുരുക്ഷേത്ര യുദ്ധം നേരത്തെയൊക്കെ തീരുമാനിച്ചതാണ്. യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് യുദ്ധത്തിന്റെ അന്ന് ദിവസം രാവിലെ യുദ്ധകളത്തിൽ വന്നിട്ട് ഈ തളർന്ന അർജുൻ യുദ്ധം ചെയ്യുന്നതിൽ തിരിഞ്ഞുകൂടിയാൽ എന്തോ അല്ല അവരെല്ലാവരും എന്താ വിചാരിക്കുന്നത്? യുദ്ധത്തിന്റെ കെടുതി ഓർത്താണോ ഇവൻ പേടിച്ചു പോവാണ്. കാരണം ഭീഷ്മരെയും ദ്രോണരെയും ഒന്നും ജയിക്കാൻ ഇവന് സാധിക്കത്തില്ല. ആ ധൈര്യം പോയി പേടിച്ചു പോവാണെന്നേ എല്ലാവരും പറയത്തുള്ളൂ. ആക്ച്വലായിട്ട് അർജുനൻ പറഞ്ഞതെന്തുവാ? എന്റെ മുത്തച്ഛനെ കൊല്ലണോ, ഗുരുവിനെ കൊന്നിട്ട് വേണോ, എനിക്ക് ഭിക്ഷ എടുത്താലും കുഴപ്പമില്ല, ഇവരെയൊന്നും കൊല്ലാൻ അവരും ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആദ്യത്തെ ചാപ്റ്ററിൽ. അപ്പോൾ ഇത് ഇങ്ങനെ എത്രയോ പേര് മരിക്കും, അവരുടെ ഈ രക്തമൊക്കെ ഈ രീതി പറഞ്ഞ ആരെങ്കിലും അങ്ങനെ വിചാരിക്കൂ? ഇപ്പം ഈ ഭീഷ്മരുടെയും ദ്രോണരുടെയും ഇവരെയൊന്നും ജയിക്കാനൊക്കത്തില്ല, ആ പരാജയ ഭീതിയിൽ പിന്നുവാങ്ങി ഓടിപ്പോയെന്ന് എല്ലാവരും ചിലപ്പം നിന്ദിക്കും. സോ അർജുന് നല്ലൊരു ബഹുമാനമുള്ള ഒരു സ്ഥാനമുണ്ട്. വില്ലാളി വീരനാണ്, ഭയങ്കര എല്ലാവരും മതിക്കുന്ന ഒരു യോദ്ധാവാണ് അർജുൻ. ആ അർജുനന്റെ നേരെ വിപരീതമായിട്ടുള്ള ദുഷ്കീർത്തി ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓരോന്നും പറഞ്ഞ് അർജുനെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ആ ബോധ്യപ്പെടും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുൻ അപ്പൊ അതിനകത്ത് മാറി മാറി തുടങ്ങി നേരത്തെ ഒരു ചാപ്റ്റർ പറയുന്നുണ്ട്. ഈ അർജുനന്റെ ഈ കൃഷ്ണൻ താത്വികമായി പറഞ്ഞു, പിന്നെ സാധാരണക്കാരുടെ ലെവലിലും, പിന്നെ അവരുടെ സ്വധർമ്മത്തിനെ അനുഷ്ഠിക്കേണ്ട, സ്വധർമ്മത്തിന് വിട്ടുപോയാലോ ഇതൊക്കെ നമുക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കുമായി. ആ രീതിയിലും കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അർജുനന് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് 36. ആവാച്യവാദാംശ ബഹുൻ വദിഷന്തി തവാഹിതാം നിന്ദസ്തവ സാമർഥ്യം തതോ ദുഃഖതരന്നു കിം. നിന്റെ ശത്രുക്കൾ നിന്റെ കഴിവിനെ നിന്ദിച്ചുകൊണ്ട് പറയാൻ കൊള്ളരുതാത്ത പലതും പറയുകയും ചെയ്യും. അതിലേറെ ദുഃഖം എന്താണുള്ളത്? സാധാരണ ലൗകികന്റെ കാഴ്ചപ്പാട് നിരക്കുന്ന ഈ വാദങ്ങൾ അർജുനിൽ ആശ്വാസ്യമായ പ്രതികരണം ഉണ്ടാക്കുന്നതായി കൃഷ്ണന് തോന്നി. യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവാനുള്ള തീരുമാനം വിവേകശൂന്യവും പരിഹാസ്യവുമാണെന്ന് അർജുനെ ബോധ്യപ്പെടുത്താനായി കൃഷ്ണൻ വാദം തുടരുന്നു. അതുല്യ യോദ്ധാവെന്ന് പേർ പുകഴുന്ന അർജുനൻ തങ്ങളെ കണ്ടപ്പോൾ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി എന്നും മറ്റും ശത്രുക്കൾ പറഞ്ഞു വരുത്തും. പറയാൻ കൊള്ളരാത്ത ഭാഷയിൽ അവർ നിന്നെ നിന്ദിക്കുന്നത് യുദ്ധക്കളിൽ നിന്ന് പേടിച്ചോടിയ വില്ലാളി വീരനിതാ എന്നും മറ്റും പറഞ്ഞ് പരിഹസിക്കുന്നത്
കേട്ടുകൊണ്ട് ജീവിക്കുന്നത് നിനക്ക് ചേർന്നതാണോ? നാണക്കേട്. അപ്പം ഈ രീതിയിലുള്ള ആ ഒരു മോട്ടിവേറ്റ് ചെയ്യുക. നീ ഇതിന് പിന്മാറിയാൽ ആൾക്കാരെന്ത് വിചാരിക്കും? നിന്നെ ഇത്രയും അസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിച്ച് ഇത്രയും കൊണ്ടുവന്ന ഗുരുവും ആ മഹാരഥന്മാരൊക്കെ നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ ഇത്രയും പഠിപ്പിച്ച് ഈ ശിഷ്യ ഈ ഒരു തലത്തിലാണല്ലോ താന്നു പോയിക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങളൊന്നും അവർ വിചാരിക്കുന്നില്ല. അവരാരും തളരുന്നില്ല. ഈ മുത്തശ്ശനോ ഈ ഗുരുവോ അയ്യോ ഈ എൻ്റെ അരുമ ശിഷ്യനെ കൊല്ലേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ മുത്തശ്ശൻ എൻ്റെ കൊച്ചുമോനെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞാൽ അവർ തളർന്നോ അവിടെ? എന്താ ഈ അർജുൻ ഈ തളർച്ച വന്നേ? അതാ ഈ ധർമ്മയുദ്ധത്തില് അവരെല്ലാം വിവേകത്തിൽ നിൽക്കുക, അഹന്താ മമതയിലല്ല. അതുപോലെ തന്നെ അർജുനന്റെ സഹോദരന്മാര് യുധിഷ്ഠിരനും ഭീമനും ഒക്കെ അവർക്ക് ആർക്കും തളർച്ചയില്ല. അതാ നമ്മൾ ഓരോ ഈ ഇത് വാസന ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് സ്വഭാവം. അപ്പൊ സ്വധർമ്മം, ആ സ്വധർമ്മത്തിൽ എല്ലാവരും ഒരേ സ്വധർമ്മമാണ്. ഇതെല്ലാം യോദ്ധാക്കളാണെങ്കിലും അവരവരുടെ സംസ്കാരം വെച്ചാൽ എന്തോ വാസന, ഈ അഹന്താ മമത ഈ സംസ്കാരം എൻ്റെ വാസനയിൽ നിന്ന് വരുന്നത് അഹന്താ മമത, ഞാനെന്ന ഭാവം, ഞാൻ ശരീരമാണ്. ഈ ശരീരം അർജുനന് ഈ ഒരു തലത്തിൽ ചിന്തിച്ചുകൊണ്ടല്ലയോ ഈ പ്രശ്നമെല്ലാം വന്നത്? ഞാൻ ശരീരമാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ മിടുക്കാണ്, ഞാൻ അസ്ത്രവിദ്യയിൽ ഒന്നാമനാണ്, ഈ അഹന്തയാണ് ഇരുന്നത്. ഞാൻ ശരീരമാണ്. അപ്പോൾ എന്നെ വളർത്തി വലുതാക്കി മുത്തശ്ശനെ ഞാൻ എങ്ങനെ കൊല്ലും? അപ്പം ഈ അർജുനന്റെ ഇപ്പൊ നമ്മുടെ തലത്തിലല്ല, അന്നത്തെ കാലത്തെ അർജുനന്റെ ഒരുമാതിരി. പക്ഷെ ഇതെല്ലാം മറന്നുകൊണ്ട് അഹന്ത അങ്ങോട്ട് കയറി വന്നു. അപ്പൊ ഈ അറിവെല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ ശ്രേയസ്കരം ഞാൻ തളർന്നു, എനിക്ക് ശ്രേയസ്കരം പറഞ്ഞു തന്ന അർജുനൻ പറയുന്നതിന് കാരണം ഇതാ. അല്ലാതെ ഞാൻ പറയുന്നതിന് എനിക്ക് തന്നെ അറിയാം ഏതോ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അഹന്ത മതത്തിൽ ഒന്ന് തളർന്നു പോയി. അതാണ് ഈ അർജുനന് പറ്റിയത്. അപ്പൊ അതിൽ നിന്ന് ഓവർകം ചെയ്യണം. അപ്പൊ ഈ അഹന്തയിലോട്ട് വന്ന അപ്പം മറ്റു മുത്തശ്ശനോ ഗുരുവോ ഒന്നും ഈ അർജുനെ എൻ്റെ ശിഷ്യനെ കൊല്ലണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമകനെ കൊല്ലണമല്ലോ എന്നുള്ള ഈ അഹന്ത മമതയിലോട്ട് വന്നില്ല. അവർ വിവേകത്തിലായിരുന്നു. ഇതൊരു യുദ്ധമാണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അവര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അധർമ്മത്തിന്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എന്നുവെച്ചാൽ എന്തുവാ അവർ കൊടുത്ത വാക്കുകൾ. അപ്പം അതാ പറഞ്ഞു, ഇപ്പൊ അതും ഒരു അധർമ്മമാണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഓരോരുത്തരും ആ യുദ്ധമുഖത്ത് വന്നിട്ട് തളരുക എന്ന് പറഞ്ഞാൽ അത് അവനവന്റെ കർത്തവ്യമാണ്. ഇവിടെ കൊല്ലുക ഒരു യുദ്ധമാണ്. അവിടെ ആ യുദ്ധത്തിന് പിന്മാറുക എന്ന് വെച്ചാൽ എന്റെ കർത്തവ്യത്തിൽ ഞാൻ പിന്മാറുവാണെന്നർത്ഥം. അല്ലാതെ നമ്മളിപ്പോ അവിടെ കുരുക്ഷേത്ര യുദ്ധം ഒരു യുദ്ധഭൂമിയായുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രതിസന്ധികൾ വരും, ഓരോ ദുർഘട ഘട്ടങ്ങൾ വരും. അപ്പം അവിടെ എല്ലാം തളർന്ന് ഞാൻ പിന്നോട്ട് പോകരുത്. നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ ആയിരിക്കണം. ഇപ്പൊ നമ്മളെങ്ങനെ ചെയ്യുന്നേ? ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ പിന്നെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ വയ്യ, ഇനിയും ജീവിതം ഒക്കത്തില്ല. നമ്മൾ അങ്ങനെയുള്ള ഇതിലോട്ട് എത്തിച്ചേരുക എന്തുകൊണ്ടാ? ഈ തളർച്ച കൊണ്ടാ, അഹന്താ മമത. അപ്പൊ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ മുന്നിൽ വഴികളെല്ലാം അടയുകയാണ്. അതുകൊണ്ടാണല്ലോ സൂയിസൈഡൊക്കെ വരുന്നത്. ഇനിയും ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലെന്ന് അവരുടെ മുമ്പിൽ എല്ലാ മാർഗങ്ങളും അടഞ്ഞു കഴിഞ്ഞു എന്ന് അവർക്ക് ഒരു ബോധ്യം വരുക. എന്തുകൊണ്ടാണ് ഈ ബോധ്യം വരുന്നേ? അഹന്ത മമതയിൽ ഇരിക്കുന്നതുകൊണ്ടാ. നമ്മൾ കാര്യങ്ങളെ അതാ പറഞ്ഞു, ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കിയാൽ അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കിട്ടുന്ന അഡ്വേഴ്സിറ്റികളെല്ലാം, നമുക്ക് കിട്ടുന്ന ദുരിതങ്ങളെല്ലാം നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. നമുക്ക് ഈ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ, എനിക്ക് ഒരു പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ ഇരിക്കട്ടെ, എങ്ങനെ എൻ്റെ കഴിവ് വർദ്ധിക്കും? നമ്മൾ ഓരോന്നിനെയും ഞാൻ പറഞ്ഞല്ലോ, ഒരു പരാജയം സംഭവിക്കുമ്പോഴേ ആ പരാജയം എങ്ങനെ സംഭവിച്ചു എന്ന് അനലൈസ് ചെയ്ത് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, ആ പരാജയം അല്ലെങ്കിൽ ഈ ദുഃഖം വരാൻ കാരണം എന്താ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശകലനം ചെയ്യണം. നമ്മൾ വികാരങ്ങൾ വന്ന പാടെ നമ്മൾ അതിലങ്ങ് കുടുങ്ങിപ്പോവുക. അതിൽ നിന്നും നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളെ ഒബ്സർവ് ചെയ്യാൻ ആരംഭിക്കണം. നമുക്ക് എപ്പോഴും ഈ ദുഃഖം വരുമ്പോൾ നമുക്ക് എങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ പറ്റുന്നേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര കോപം വരുന്നു, അപ്പം നമ്മൾ ദുഃഖിക്കുക, നമ്മുടെ മനസ്സിനെ ചുമ്മാ സമാധാനിപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പം ആ സമാധാനം എങ്ങനെ വരും? നമുക്ക് അപ്പം അങ്ങനെ ചിന്തിക്കാനേ തോന്നത്തില്ല. നമുക്ക് ഒരു ദുഃഖം വരും, സാധാരണ ദുഃഖമല്ലല്ലോ ഞാൻ പറഞ്ഞത്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാം ഷോക്ക് പോലായിരിക്കും. ഇങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യും? നമുക്കൊരു എത്തിപ്പിടിയില്ലാതെ നിൽക്കും. അപ്പോ എന്താണ് നമ്മളിലോട്ട് ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെ സംഭവിച്ചു, ഇപ്പൊ എന്താ സംഭവിച്ചു? നമ്മുടെ വീട്ടിൽ പോയി എന്തെങ്കിലും പ്രശ്നമായി, എനിക്ക് എന്ത് സംഭവിക്കും, ഇതെന്താണ്? എൻ്റെ വികാരങ്ങൾ എന്താ? നമ്മൾ ഉടനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു പോസ് കിട്ടും.
അല്ലെ ഒരു 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 നിശ്ചലാവസ്ഥ വരും. അപ്പൊ നമുക്ക് ആ ഇത് വികാരം തള്ളിച്ച വരത്തില്ല. എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതൊന്ന് മാനേജ് ചെയ്യാൻ പോകും. ഈ വികാരം തള്ളിച്ച വരത്തില്ല. നമ്മളെ ആ സമയത്ത് ഒബ്സർവ് ചെയ്യണം. ഇപ്പൊ എന്താ സംഭവിച്ചത്, ഇപ്പൊ എന്താണ് എനിക്ക് പറ്റിയിരിക്കുന്നത്, എനിക്ക് ഏത് സ്റ്റേറ്റിലാണ് എൻ്റെ മൈൻഡ്. നമ്മൾ മറ്റുള്ളവരെയോട്ട് ആശ്രയിക്കുന്നു. മറ്റുള്ളവരെന്തോ വിചാരിക്കും, എനിക്കിത് സംഭവിച്ചു, അയ്യോ മറ്റുള്ളവരറിഞ്ഞാൽ എന്ത്. നമ്മളെല്ലാരും നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് നമ്മളിലോട്ട് നോക്കുവല്ല, നമ്മൾ അവരുടെ കണ്ണിൽ കൂടാ നമ്മളിലോട്ട് നോക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ കൂടാണ് നമ്മളെ നോക്കുന്നത്. നമ്മളോട്ട് തന്നെ തിരിഞ്ഞു നോക്കാൻ നമ്മൾ ശ്രമിക്കണം. അതൊക്കെ എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഇതൊക്കെ പഠിച്ചാലേ ഉള്ളൂ. ഇതൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഓരോ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആ വികാരത്തിൽ നമ്മളങ്ങ് മുങ്ങിത്താണ് പോകും. അപ്പൊ അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിലോ ഇതിന്റെ എല്ലാം എന്താണ് പരമമായ സത്യം എന്നുള്ളത് നമുക്കൊരു ബോധ്യം വരണം. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഈ അഹന്ത മമതയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഗുരുവിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ അല്ലാതെ എൻ്റെ ദേഹം ബുദ്ധിയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകത്തില്ല. ഞാൻ ദേഹമാണ്, ഈ ശരീരമാണ്, അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ ബലമാണ്, ഈ ശരീരം ആൾബലമാണ്, അല്ലെങ്കിൽ എൻ്റെ പണത്തിന്റെ ബലമാണ്. ഇതിലെല്ലാം നമ്മൾ ഊറ്റം കൊള്ളും. അപ്പോ ഇതൊക്കെ അറിയാമല്ലോ. ഇതൊക്കെ ഈ ഊറ്റം കൊള്ളോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതിനൊക്കെ ചില അടികൾ വരുന്നത്, പ്രത്യാഘാതങ്ങൾ. നമുക്ക് എത്രയോ പേർക്ക് അറിയാം. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അയാൾ സൂയിസൈഡിന് കാരണം അങ്ങേർക്ക് അവസാനത്തെ ഒരാഴ്ച ഉറക്കമില്ലായിരുന്നു. പണം കൊണ്ട് വല്ലതും നടക്കൂ. അപ്പം ആ മനസ്സിന്റെ ഇതിനെ കുറിച്ചൊന്നുമില്ല, അറിവില്ലാതെ പോയി അവർക്കൊക്കെ. അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കേണ്ടി വരുമോ? ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് സൊല്യൂഷൻ ഇല്ല. നമ്മൾ അതിനെ കുറിച്ച് ആ സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം നമ്മളെല്ലാം നമ്മൾ ഭ്രമത്തിലിരിക്കുക. ഒരു ഭ്രമത്തിലിരിക്കുന്ന ആൾ എങ്ങനെ നോർമലായിട്ട് ചിന്തിക്കുന്നേ? ഏതൊരു പ്രശ്നത്തിനും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉണ്ട്. ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരവുണ്ട്. പക്ഷെ നമുക്ക് ഉത്തരവില്ല. ആ രീതിയിലോട്ട് നമ്മുടെ മനസ്സങ്ങ് ആയിത്തീരുക. അതിന്റെ കാരണം നമ്മൾ ഈ സത്യങ്ങളെ ഒന്നും തിരിച്ചറിയാത്തതാണ്. നമ്മൾ ഈ മായാലോകത്തിൽ ഭ്രമത്തിൽ പെട്ടിരുന്നാൽ എങ്ങനെ തിരിച്ചറിവുണ്ടാവും? അപ്പൊ അതിനാണ് ഇതൊക്കെ. ഇപ്പം ജീവിതത്തിന്റെ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് ഈ ഒരു അവയർനെസ്സോട്ട് വരും. നമ്മൾ എല്ലാവരും ഇപ്പൊ അവരൊക്കെ ആ ഒരു അവയർനെസ് വന്നിട്ടില്ലാത്തവർക്ക് ഇല്ലെങ്കിലും ജീവിതത്തിന്റെ ഒരു സ്റ്റേജില് അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ വരും. പക്ഷെ ഇതിലോട്ട് നമ്മൾ തിരിഞ്ഞു, അവയർനെസ് വന്നു, ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കും. ഇതൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ അക്ഷീണം തീവ്രമായി പ്രയത്നിക്കണം. ശരീരം കൊണ്ടുള്ള പ്രയത്നമല്ല, മനസ്സുകൊണ്ടുള്ള പ്രയത്നം. അതാ എൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് സ്വധർമ്മത്തിൽ കൂടെ ഈ സ്വധർമ്മം എവിടെ വരെ വേണം എനിക്ക്? ഗൃഹസ്ഥാശ്രമം വരെ. ഈ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് ഞാൻ എൻ്റെ മരണം വരെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് തെറ്റാ. അതുകൊണ്ട് നമ്മുടെ ഈ വാസനകൾ, ഈ പ്രാരബ്ധം അനുഭവിച്ച് ഈ അനുഭവങ്ങൾ ആഗ്രഹങ്ങൾ അനുഭവിക്കാനാണ് പറഞ്ഞിട്ട് മൊത്തം ജീവിതത്തിന് ഒഴിഞ്ഞു വെക്കുന്നത് മഹാവിഡ്ഢിത്തരം. അതിനാണ് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്ന് 4 ഫേസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ. നമ്മുടെ ഗൃഹസ്ഥാശ്രമം നമ്മുടെ സ്വധർമ്മത്തിൽ അനുഷ്ഠിക്കാൻ, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയുള്ളതാ ഗൃഹസ്ഥാശ്രമം. അതെല്ലാം കഴിഞ്ഞാൽ അത് ഞാൻ അവിടുന്ന് വിഡ്രോ ചെയ്യണം. എൻ്റെ ശീലങ്ങളിൽ നിന്നും എൻ്റെ പ്രയോറിറ്റി ചേഞ്ച് ആവണം. അത് നമുക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നമ്മുടെ സാധാരണ ബുദ്ധിയിൽ നിന്ന് കിട്ടുന്നതല്ല. ഒരു ഗുരുവിൽ നിന്നോ ശാസ്ത്രങ്ങൾ പഠിക്കാതെ നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. തിരിച്ചറിയുമ്പോഴേ നമ്മൾ ഇതൊക്കെ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ നമുക്ക് മറ്റേതിൽ നിന്ന് വിടാൻ മനസ്സില്ല. എൻ്റെ ശീലങ്ങളിൽ നിന്നും ഞാൻ ഇതുവരെ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് എനിക്ക് മാറാൻ ഒരു മനസ്സില്ല. മനസ്സിൽ എൻ്റെ ഈഗോ സമ്മതിക്കത്തില്ല, എൻ്റെ ഞാനെന്ന ഭാവം സമ്മതിക്കത്തില്ല. ശരിയാ, ഇതൊക്കെ ശരി, ഇതൊക്കെ അറിയാം. പക്ഷെ ഒക്കുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ഒരു അനുഭവമാണ്. അപ്പോ നമ്മൾ നമുക്ക് കിട്ടിയേക്കുന്ന ജീവിതത്തിൽ ഇതൊരു സൗഭാഗ്യമാണ്. തിരിച്ച് നമ്മൾ വിചാരിക്കുന്നത് പതുക്കെ ചെയ്യാം, നമുക്ക് ഇനി എത്ര സമയമുണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എത്രയോ നാൾ ജീവിച്ചിരിക്കുമെന്ന്. നമുക്ക് ആകപ്പാടെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ കുറച്ച് സമയത്തുള്ളിൽ എൻ്റെ ഈ ജന്മത്തിനെ ഉയർത്തണം, അല്ലെങ്കിലോ ഞാൻ ഇതേപോലുള്ള ജീവിതത്തിലോട്ട് തിരിച്ചു വരും. ഇതൊക്കെ പരമാർത്ഥ സത്യങ്ങളാ. അല്ലാതെ ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറയുന്ന സാധാരണ ഒരു കാര്യങ്ങളല്ല. ഇതിനെയെല്ലാം ഉൾക്കൊണ്ട് എൻ്റെ ജീവിതത്തിനെ സ്വസ്ഥമായിട്ട് ശാന്തിയിലോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ഇച്ഛിക്കുന്നത്.
പക്ഷെ ഞാൻ പലതിനും അടിമയാ, പല ശീലത്തിനും അടിമയാ. അതിൽ നിന്ന് വിടാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നിരന്തരം ചിന്തിക്കണം എന്ന് പറയുന്നത്. വിടാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ ഇത് ഉറയ്ക്കുന്നില്ല. നമ്മളിപ്പോ കേട്ടു, സത്യമാണെന്ന് മനസ്സിലായി, പക്ഷെ ഇതിനെ നിരന്തരം ചിന്തിക്കുന്നില്ല. മനസ്സ് ഉറയ്ക്കുന്നില്ല. അവിടെ ഉറച്ചാലുണ്ടല്ലോ എന്റെ ശീലങ്ങളിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പക്ഷെ മനസ്സ് എവിടെയെങ്കിലും ഒരിടത്ത്, മനസ്സിന് ചുമ്മാ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ശീലങ്ങൾ ഉണ്ടാക്കി, ഓരോ വാസന ഉണ്ടാക്കി, അതിന്റെ അടിമയാണ് ഞാൻ. പക്ഷേ ഈ മനസ്സ്, ഞാൻ ഇതുപോലെ എന്റെ വാസനയിൽ ഞാൻ എങ്ങനെ ആസക്തനായിരിക്കുന്നു, അതുപോലെ ഈ പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി നിരന്തരം ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിനെ അതിലോട്ട് ഉറയ്ക്കും. ഉറയ്ക്കുന്നതിനനുസരിച്ച് മറ്റെടുത്ത് നമ്മൾ പിടി വിട്ടുകൊണ്ടിരിക്കും. നമ്മൾ പിടി പർപ്പസായിട്ട് വിടേണ്ട കാര്യമില്ല. ഇതിനാ നിരന്തര ചിന്തനം. അതാണ് ഈ പരിശീലന ഘട്ടമാണ് വാനപ്രസ്ഥം. നമ്മുടെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞുള്ള ഗൃഹസ്ഥാശ്രമത്തിലോ നമ്മുടെ വാസനകളെ അനുഭവിക്കുന്ന എങ്ങനെ വേണം? നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളെല്ലാം എങ്ങനെ വേണം? ഞാനെന്ന ഭാവത്തിലരുത്, ദേഹം ബുദ്ധിയിലരുത്. ഞാൻ ഈ ഈശ്വരന്റെ പ്രസൻസിലാണ് ഞാൻ ഇരുന്ന് ഈ അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നതിന്. അതാ സമർപ്പണ ബുദ്ധി. ഇപ്പം നമ്മളിപ്പോ എന്തോ ചെയ്യുന്നേ? നമ്മൾ വെളിയിൽ, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ എന്നുള്ളത് നമുക്ക് അറിവില്ല. വെളിയിലിരിക്കുന്ന ഈശ്വരനോട് എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണേ എന്ന് ഞാൻ ഒരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് ഭജൻ, നമ്മൾ ഈ ശാസ്ത്രങ്ങളൊന്നും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗീത മൊത്തം വായിച്ചാലും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ഇത് വരത്തില്ല. നമ്മൾ ഭജന വേണ്ടത്, ജപമാണ് വേണ്ടത്. ഭജന അല്ലെങ്കിൽ ജപം, അല്ലാതെ പ്രാർത്ഥന എന്നുള്ളത് ഇല്ല ഇവിടെ. പക്ഷെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുക. എന്തുവാ? അതാ ദ്വൈതത്തിലേക്ക് നമ്മൾ രണ്ടെന്നുള്ള ദൈവം എവിടെയോ ഇരിക്കുന്നു. പറഞ്ഞല്ലോ, ഞാനും ദൈവവും തമ്മിലുള്ള ദൂരം എത്ര? ജാഗ്രത അഭിമാനിക്കും, ആത്മസാക്ഷാത്കാരം ദൂരെ, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലോട്ട് വരുന്ന അതേ സമയം മതി ഈ ജാഗ്രത അവസ്ഥയിൽ നിന്ന് ഞാൻ ആത്മാവിലോട്ട് തിരിയാൻ, സാക്ഷാത്കാരം കിട്ടാൻ എനിക്ക് അത്രയും സമയം മതി. അത്രയും ദൂരമേ ഉള്ളൂ. നമ്മളൊരു സ്വപ്നം കണ്ട് ഉണർന്ന് ജാഗ്രതാവസ്ഥയിലോട്ട് വരുന്നതിന്റെ അത്രയും ദൂരമേ ഉള്ളൂ. ഞാനെന്ന് ഈ ജാഗ്രതാവസ്ഥയിൽ നിന്ന് ഞാൻ ആത്മാവാണ് എന്നുവെച്ചാൽ ഈശ്വരന്റെ അംശമാണ് ഞാൻ. അതിലോട്ട് ലയിക്കാൻ അത്ര സമയമേ ഉള്ളൂ. പക്ഷെ നമുക്കിത് ബഹുദൂരം നമുക്ക് തോന്നുക. നമ്മുടെ ഒരു ഭ്രമമാത്. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ അത്രയ്ക്ക് എളുപ്പമാണിത്. പക്ഷെ അതാ നമ്മൾക്ക് എളുപ്പം എന്ന് പറയുന്നത്. ഒരു പരിശീലനം ഉണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. നമ്മൾ പരിശീലനം വെച്ചാൽ എന്തുവാ? നമ്മൾ ഈ അറിവ് കേൾക്കുന്നതല്ല, കേൾക്കുന്നത് ഈ അറിവിന്റെ തലത്തില. ഈ അറിവിനെ നിരന്തരം അതാണ് മനനം. അതൊരു നിധിധ്യാസനമാവും. ആ ധ്യാനത്തിൽ കൂടെ ഇത് ഉറയ്ക്കും എന്നിൽ. അപ്പൊ എനിക്ക് ഞാൻ എന്റെ ശീലങ്ങളിൽ നിന്ന്, എന്റെ വാസനകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആ കർമ്മം ചെയ്യുന്നതോ അതൊരു നിഷ്കാമ കർമ്മമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം എന്തുവാ? ഇതുവരെ ഗൃഹസ്ഥാശ്രമം ചെയ്യുന്നതെല്ലാം സകാമകർമ്മം, അതും സമർപ്പണ ബുദ്ധിയിൽ ചെയ്യണം. ആ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാലോ പിന്നെ ഉള്ളത് നിഷ്കാമകർമ്മമായിരിക്കണം. എന്റെ ആഗ്രഹ സാഫല്യത്തിനായിരിക്കരുത്, എന്റെ മനസ്സിനെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നെയും ഉയർത്തും, മറ്റുള്ളവരെയും ഉയർത്തും. ഇതാണ് നിഷ്കാമകർമ്മം. അതിനുള്ള ഒരു ഫേസ് ആണ് വാനപ്രസ്ഥം. നമ്മൾ ഇതെല്ലാം അതിനുള്ള പരിശീലന സമയമാണ് ഓരോ പീരീഡ്. നമ്മുടെ ജീവിതഘട്ടത്തിലെ ബ്രഹ്മത്തിനെ കുറിച്ച് അറിയണം. ഈ പാരമർശങ്ങളെല്ലാം ബ്രഹ്മചര്യത്തിലാണ് ഇതെല്ലാം അറിവുണ്ട്. ആ അറിവിനെ ഗ്യാദർ ചെയ്യേണ്ടത്. ഈ അറിവിനെ ഗ്രഹിച്ചാലോ അടുത്ത് നമ്മുടെ ഗൃഹശാസ്ത്രമാണ്, സ്വധർമാനുഷ്ഠാനമാണ്. ഈ സ്വധർമാനുഷ്ഠാനം നമ്മൾ ഗ്രഹിച്ച ഈ ബ്രഹ്മചര്യത്തിൽ പഠിച്ച ആ തത്വങ്ങളിൽ വേണം ഞാൻ ആഗ്രഹ സാഫല്യം വരുത്താൻ. ഞാനെന്ന ബുദ്ധിയിലായിരിക്കരുത്, അഹം ബുദ്ധിയിലായിരിക്കരുത്, ദേഹം ബുദ്ധിയിലായിരിക്കരുത്. ഞാൻ ഈശ്വരന്റെ അംശമാണ്. എന്റെ ഈ സ്വധർമ്മത്തിൽ കൂടെ വേണം എനിക്ക് ഈശ്വരനോട് പോകാൻ. സ്വധർമ്മം എന്ന് വെച്ചാൽ എന്ത് പറയുന്നത്? എന്റെ ആഗ്രഹ നിവൃത്തി. ഞാൻ എങ്ങനെ ആഗ്രഹം നിവർത്തിക്കണം? ഞാൻ എന്റെ എന്നുള്ള കർത്തൃത്വ ഭോക്തൃത്വ ഭാവത്തിലായിരിക്കരുത്. ഞാൻ ചെയ്യുന്നു, എനിക്കിതിന്റെ അനുഭവം വേണം. അതാണ് അഹംഭാവം. ഈ ഞാനെന്ന ഭാവത്തിന്റെ ഇതാണ് കർത്തൃത്വ ഭോക്തൃത്വം. ഞാൻ ചെയ്യുന്നു, ഈ ചെയ്യുന്നതിന്റെ അനുഭവം എനിക്ക് വേണം. ഈ രീതിയിലായിരിക്കരുത് നമ്മൾ ആഗ്രഹം നിവൃത്തി വരുത്തുന്നത്. അപ്പൊ അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പരിശീലിച്ച് ഞാൻ ഈ സ്വധർമ്മത്തിൽ ഈ ഈശ്വരൻ സമർപ്പിതമായിട്ട്
ശരണാഗതിയിൽ ഈ സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് ഞാൻ പിന്നെ നിഷ്കാമ കർമ്മത്തിലോട്ട് മാറണം. എന്നുവെച്ചാൽ എന്തുവാ, ഞാൻ ഈ സ്വധർമ്മത്തിൽ കൂടെ ഞാൻ സകാമ കർമ്മങ്ങളെല്ലാം ചെയ്തു. അതിൽ എൻ്റെ ചില സംസ്കാരങ്ങളുണ്ട്. അപ്പൊ അതിന് ഞാൻ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞ അപ്പൊ ആ പ്രാക്ടീസ് ഏതാണ് ഓരോരോ രീതികൾ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഞാൻ അത് അനുഷ്ഠിച്ചത്. എന്നിട്ടോ എൻ്റെ ഇതിൽ നിന്ന് ഞാൻ തിരിച്ചും മനസ്സിനെ ഇതിലോട്ട് നിരന്തര ചിന്തനം, ഞാൻ ഈശ്വരന്റെ അംശമാണ്, എനിക്ക് ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മൾ അതിലോട്ടുള്ള മനസ്സിനെ ഈ ലോകത്തിൽ നിന്ന് വിടാൻ, അതാണ് വൈരാഗ്യം, ഡിസ്പാഷൻ. നമ്മൾ ഇത് വിടണം. ഇപ്പൊ നമ്മളെ വിട്ടെറിഞ്ഞ് കാട്ടി പോവാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതോ ഒരു ആശ്രമത്തിൽ പോയിരിക്കുവാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മാനസികമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നമുക്ക് മനസ്സ് അതിനകത്ത് നിന്ന് വിടുതൽ ചില എന്തുവാ അതിനകത്ത് മാറണം. നമ്മൾ അതിലോട്ട് ഈ ഈശ്വരനിലോട്ട് നമ്മൾ മനസ്സിനെ ഉറപ്പിക്കണം. ഞാനിപ്പോൾ ഉറച്ചിരിക്കുന്നത് എന്തുവാ, എൻ്റെ വാസനകളിലാണ്. വാസനയിൽ നിന്ന് മാറി ഇതിലോട്ട് മനസ്സ് ഉറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നിരന്തര അഭ്യാസം, പരിശീലനം. വേറെ ശ്ലോകത്ത് വരും, ഈ മനസ്സ് നമ്മൾക്ക് ഈഗോ, ഞാനെന്ന ഭാവം നമ്മളെ വലിച്ചുകൊണ്ട് പോകും. എങ്ങനെ? നമ്മുടെ ഇന്ദ്രിയ സുഖത്തിലോട്ട്. അതിൽ നിന്ന് നമ്മളെ ഇതിനെ നിരന്തരം ചിന്തിക്കും തോറും, ഞാൻ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നിരന്തരം ഇത് ധ്യാനം ചെയ്യും തോറും ഈ നമ്മൾ ഗ്രഹിച്ച കാര്യങ്ങളെ ഞാൻ ഈശ്വരന്റെ അംശമാണ്. നമ്മൾ അറിഞ്ഞ ഈ അറിവിനെ നിരന്തരം ചിന്തിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഭഗവത്ഗീതയൊക്കെ നമ്മൾ ഓരോ സെന്റൻസും വായിക്കുമ്പോൾ സ്പീഡിൽ വായിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഓരോ സെന്റൻസും എന്താണെന്ന് പറയുന്നതിനെ കുറിച്ച് ഓരോന്നും ശരിക്കും മനനം ചെയ്യണം. മനനം ചെയ്ത് ഇത് എനിക്കൊരു ഉറപ്പായിട്ട് വരും. മറ്റേത് ഇത് ശരിയാണ് എന്നുള്ളൊരു തോന്നൽ വരും. എൻ്റെ അറിവിൽ ഇതെല്ലാം പഠിക്കുമ്പോൾ ശരിയാണ്, പക്ഷെ അത് ഉറച്ചിട്ടില്ല. കുറെ കഴിഞ്ഞ് മറന്നു പോകുന്ന കാരണം എന്തുവാ? അത് ഉറപ്പ് വന്നില്ല. ഉറപ്പെങ്ങനെ വരും? പരിശീലനത്തിൽ കൂടെ വരത്തുള്ളൂ. ഈ പരിശീലനം നിരന്തര മനനമാണ്. പരിശീലനം വെച്ചാൽ നിരന്തരം മനസ്സിന്റെ പ്രാക്ടീസാ, ശരീരം കൊണ്ട് ചെയ്യേണ്ടതല്ല. നമ്മളിപ്പോൾ എന്തുവാ, ശരീരം കൊണ്ട് ചില സാധനങ്ങൾ ചെയ്യുന്നു, അതിൽ കഴിഞ്ഞ് മനസ്സലൊന്നും നിൽക്കത്തുമില്ല. ഈ മനസ്സിനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മനസ്സിന്റെ ഭാവമാണ് മാറേണ്ടത്. ഇപ്പൊ ഞാൻ ഈശ്വരന്റെ അംശമാണെന്നുള്ളത് എങ്ങനെയാ? എൻ്റെ ആ ഭാവത്തിലോട്ട് വരണം. എനിക്കത് ഉൾക്കൊള്ളണം. അല്ലാതെ ചുമ്മാതെ ഞാൻ ഈശ്വരനാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ആ ഭാവത്തിലോട്ട് ഞാൻ അതിനെ ഗ്രഹണം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു പാരഗ്രാഫ് വായിച്ച ഒരു അർത്ഥം കാണാതെ പഠിക്കുന്ന പോലെ അല്ല. ഞാൻ അതിനെ ഗ്രഹിക്കണം. കാരണം ഇത് പറഞ്ഞു, ഓരോരുത്തരും ഓരോ സംസ്കാരത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യം. എങ്ങോട്ടാണ് എൻ്റെ യാത്ര എന്നുള്ളത്? ആത്മസാക്ഷാത്കാരത്തിലോട്ടാണ് നമ്മുടെ യാത്ര പോകേണ്ടത്. ഈ ആത്മാവെന്ന് പറയുന്നത് ഇപ്പൊ കുറെ നമ്മൾ പഠിച്ചില്ലയോ, അതിന് അചിന്ത്യമാണ്, അവ്യക്തമാണ്, അതിനിങ്ങനെ ദേശകാല സനാതനമാണ്. ഇതൊക്കെ നമ്മള് ഒരു ഇൻഡിക്കേഷൻ തരുക. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ഭാവത്തിൽ കൂടെ ഓരോരുത്തരും ഈ ഭാവം പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് മനനം ചെയ്ത് അവരവരുടെ ഡയറക്ഷനിൽ പോകണം. കാരണം ഞാൻ വേറൊരാൾ ചെയ്യുന്ന പോലെ അനുകരിച്ചുകൂടാ. കാരണം എന്തുവാ, ഇത് അനുകരണമല്ല, ഞാൻ വെളിയിൽ ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ മനസ്സിന്റെ ഭാവമാണ്. ഇതിനെ ഉൾക്കൊള്ളുക വേണം. ഈ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നിരന്തരം മനനം ചെയ്യണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും സമയത്ത് പഠിച്ചു, രാവിലെ നോക്കി, അല്ലെങ്കിൽ വൈകുന്നേരം, ഇതൊരു നിരന്തരം അല്ലെങ്കിലോ എൻ്റെ മനസ്സ് നിൽക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഫേസ് എന്താ? ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ പേരും 60 വയസ്സ് കഴിഞ്ഞവരാ, 50 വയസ്സ് കഴിഞ്ഞവരാ. നമ്മൾ ഇതിനെ നിരന്തരം നമുക്ക് പക്ഷെ എന്തുവാ പ്രയോറിറ്റി? പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിനൊന്നും വിടാൻ ഒക്കുന്നില്ല. ഞാനില്ലെങ്കിൽ നടക്കത്തില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് വിട്ടേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. സ്വസ്ഥത ചുമ്മാതെ വരത്തില്ല. അത് നമ്മുടെ മനസ്സിന്റെ ഭാവമാണ്. അതിനെ ആ സ്വസ്ഥത വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പരിശീലിക്കണം. ഞാൻ ഈ വേണ്ടാത്ത പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ ചിന്തകളെല്ലാം വിട്ടിട്ട്, ഇപ്പൊ നമ്മളറിയാമല്ലോ, നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന പോലല്ല നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇമാജിനേഷൻ, സങ്കല്പം എല്ലാം ഒരു ഡയറക്ഷനിൽ പോകും. നമ്മൾ ഭയങ്കര ആകാംക്ഷയായിരിക്കും. പക്ഷെ സംഭവിക്കുന്നതെല്ലാം വേറെ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലായിരിക്കത്തില്ല. അപ്പൊ വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. പ്രസാദ ബുദ്ധി, അതിനൊക്കെയായിട്ട് പറഞ്ഞത് എല്ലാത്തിലും നമുക്കിതുണ്ട്. പക്ഷെ നമ്മൾ അതിൽ മനസ്സ് വെക്കുന്നില്ല. എന്താണ് ഈ പ്രസാദ ബുദ്ധി? അപ്പൊ ഇതെല്ലാം ഞാൻ അണ്ടർഗോ ചെയ്തേ പറ്റൂ. അത് സുഖം വന്നാലും ദുഃഖം വന്നാലും ഇതെല്ലാം ഇങ്ങനെ നിൽക്കത്തില്ല, അത് വന്നു പോവും. ഞാൻ അതിൽ മുങ്ങിത്താഴേണ്ട കാര്യമില്ല. ഇതിനെയെല്ലാം വ്യക്തമായി നമ്മൾ ഗ്രഹിക്കണം. ഈ ഭഗവത്ഗീതയിൽ, ശാസ്ത്രങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും
അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ, അത് ചൂണ്ടിക്കാണിക്കുന്ന അതേ ഡയറക്ഷനിൽ ഞാൻ അതിനെ അത് ഉൾക്കൊള്ളണമെന്ന് എങ്ങനെ വേണം? അതിനെ നിരന്തരം ചിന്തിക്കണം അതിനെക്കുറിച്ച്. ആ നിരന്തര ചിന്തനത്തിൽ കൂടാണ് എനിക്കത് ക്ലാരിറ്റി വരുന്നത്. ചിന്തിക്കാത്തത്തോളം നമ്മൾ ഓരോന്ന് സൂക്ഷ്മമായി ചിന്തിക്കണം. സൂക്ഷ്മമായി ചിന്തിച്ചത് മൈന്യൂട്ട് ചെയ്യും വെച്ചാൽ നമ്മൾ അതിന്റെ സ്വാർത്ഥപരമായി എന്നുള്ളതല്ല, അതിനെ നമ്മൾ അതിന്റെ വോളിയം ബൃഹത്തായിട്ട് നമ്മൾ അതിനെ, അതാ സൂക്ഷ്മം എന്നുള്ളത്. ആ ബൃഹത്തായിട്ട് സബ്റ്റിലായിട്ട് നമ്മൾ അതിനെ, അപ്പോഴാണ് സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു നമ്മുടെ അനുഭവമാണ്. പക്ഷെ നമുക്കറിയാം, സത്യം അറിയാം, സൂര്യൻ ഉദിക്കുന്നുമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ഇതൊരു കൺവിക്ഷൻ വരണം. കാരണം ഇതിന്റെയൊക്കെ സയൻസിന്റെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് സയൻസ് നമ്മളിങ്ങനെ ചുമ്മാതെ കാണാൻ പഠിക്കുമെന്ന്, ഇതെല്ലാം പ്രൂവണ. ഇതുപോലെ നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്ന എല്ലാം ഋഷിമാരുടെ അനുഭവം. ആ അനുഭവം എനിക്കും ഉണ്ടാവണം. അതിന് ഞാൻ എൻ്റെ മനസ്സിനെയാണ്, എൻ്റെ മനസ്സിന്റെ ഭാവത്തിലാണ് അത് നടക്കുന്നത്, അല്ല ശരീരം കൊണ്ട് ചെയ്യുന്നതിലല്ല. അപ്പൊ ഈ മനസ്സിന്റെ ഭാവം മാറണമെന്നുണ്ടെങ്കിലോ നിരന്തരം പരിശീലനം വേണം. നിരന്തരം. ഇപ്പൊ നമ്മളിപ്പോ നിരന്തരമല്ല പരിശീലിക്കുന്നത്. നമുക്ക് അപ്പോഴും അത് നമ്മൾ അങ്ങനെ ശീലിച്ചില്ല. നമ്മൾ ഒരു സമയത്ത് ഇതൊന്നും ഗ്രഹിച്ചില്ല, ഗ്രഹിക്കേണ്ട സമയത്തൊന്നും ഗ്രഹിച്ചില്ല, ഇപ്പോഴാണ് ഗ്രഹിക്കുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് പറ്റിയതിൻ്റെ ഒരു മഹാഭാഗ്യമല്ലോ. അപ്പൊ നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കണം. തീവ്രമായി ഇതിലോട്ട് ഇത് എനിക്കാകണം എന്നുള്ള ആ ഒരു നമ്മുടെ ഒരു തീവ്രമായ ഒരു ആഗ്രഹം വരുമല്ലോ. യത് ഭവതി, ഇതിലുണ്ട്, ഒരു സംസ്കൃതത്തിലുണ്ട്, ഞാൻ എൻ്റെ ഭാവം എന്തോ യദ്ഭാവ തദ്ഭവതി, ഞാൻ എൻ്റെ ഭാവം എന്താ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഞാൻ ആ ഭാവത്തിലോട്ട് വരണം, അപ്പോൾ അത് സംഭവിക്കും. നമുക്കറിയാം ഏതും കാര്യം നമ്മളങ്ങ് എങ്ങനെയെങ്കിലും നടത്തണം നമുക്ക് അതിയായതുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് എൻ്റെ ഭാവം ഏത് രീതിയിലുള്ള ഭാവമായിരിക്കും. ഉറച്ച ഭാവമാണെങ്കിൽ അത് തന്നെ ആയിത്തീരും. അതൊരു സത്യമാണ്. യദ്ഭാവ തദ്ഭവതി എന്ന് സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ആ ഭാവത്തിലോട്ട് ഞാൻ ഉറയ്ക്കണം. ഇതൊക്കെ നടക്കുമായിരിക്കും. നമ്മളൊരു ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇത് എല്ലാവരുടെയും അനുഭവം എഴുതിച്ചിരിക്കുന്ന, എനിക്ക് ഇത് വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയല്ല, ഇത് നമ്മുടെ അനുഭവത്തിലോട്ട് വരാൻ 100% വന്നിരിക്കും. പക്ഷെ വേറെ ഒരു സബ്ജക്റ്റിനും അങ്ങനല്ല. നമ്മുടെ അത് സ്വഭാവമായി മാറത്തില്ല. ഇതെന്റെ സ്വഭാവത്തിന്റെ ഇതിലോട്ട് വരേണ്ട കാര്യം, അല്ലാതെ ഒരു തിയറി പഠിക്കുന്നത് പഠിക്കാനൊക്കത്തില്ല, പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതിനെ ഉൾക്കൊള്ളുക. ഈ സ്വധർമ്മം നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ. സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഈ ഗൃഹസ്ഥാശ്രമത്തില്ല. എന്നിട്ട് സ്വധർമ്മത്തിൽ നിന്ന് അടുത്ത ധർമ്മം എന്താ? ആ സ്വധർമ്മം അല്ല വാനപ്രസ്ഥത്തിലെ സ്വധർമ്മം. ഇത് പരിശീലനമാണ് അടുത്തത്. എൻ്റെ ഇപ്പോഴത്തെ ധർമ്മം ഇതിലേക്കൂടാണ് എനിക്ക് ഈശ്വരനോട്ട് ലയിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഇന്ന് കേട്ടോണ്ടെങ്കിൽ നമ്മളെല്ലാവരും 60 വയസ്സ് കഴിഞ്ഞവരാണ്. 60 വയസ്സ് കഴിഞ്ഞവരുടെ മുഖ്യമായിട്ടുള്ളത് ഈ പരിശീലനമാണ്. ഈ നിഷ്കാമ കർമ്മത്തിലോട്ടുള്ള പരിശീലനം. നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറി എൻ്റെ ശീലങ്ങളും എല്ലാം, എൻ്റെ പ്രയോറിറ്റി എല്ലാം ഇതായിത്തീരണം ഇപ്പം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലതും, നമ്മുടെ കർത്തവ്യങ്ങളിൽ അതുണ്ട്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഇതായിരിക്കണം. എൻ്റെ മനസ്സിന്റെ ഇമ്പോർട്ടൻസ് ഇതായിരിക്കണം, പ്രാമുഖ്യം ഇതായിരിക്കണം. എന്നാലേ ഇതിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതിനെ വെറുതെ ഒരു പാഷൻ പോലെ ഇത് നല്ലതാന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചാൽ പോരാ. ഇതിനെ നമ്മൾ ഉൾക്കൊള്ളണം, ഗ്രഹിക്കണം. അതിന് ഓരോരുത്തരും ആരെയും ഇത് പഠിപ്പിക്കാനും പറ്റത്തില്ല. അവരവരാ പഠിക്കേണ്ടത്, ഉൾക്കൊള്ളുക. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പായിട്ടുള്ള സത്സംഗത്തിൽ കൂടാണ് ഇത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നമ്മളൊരു ബുക്കിൽ ഇരുന്ന് തനിയെ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം, നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ പറയത്തില്ല, പണ്ടൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ കുട്ടികളെ എന്ന് പറയുന്ന പോലെ അത് അതിനാ ഞാൻ പറയുന്നത്, ഓരോരുത്തരും അറിയാൻ മനസ്സിൽ തോന്നുന്നതൊക്കെ സംസാരിക്കണം. അതിനകത്ത് നമ്മൾ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. അപ്പൊ അങ്ങനെ ഞാൻ പറയും തോറും, ഞാനിങ്ങനെ ഉറക്കെ പറയും തോറും എന്നില്ല ഉറപ്പ് വരും. അത് നമ്മളൊരു കാര്യം മനസ്സിൽ വായിക്കുന്നു, ഉറച്ചു പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഉറയ്ക്കും. ഈ ഉറപ്പിലോട്ടാണ് മനസ്സിനെ കൊണ്ടുപോകേണ്ടത്. 37 വായിച്ചായിരുന്നു. അടുത്ത 37, 36 കഴിഞ്ഞല്ലോ. അതുല്യ യോദ്ധാവെന്ന് പേർ പുകഴുന്ന അർജുനൻ തങ്ങളെ കണ്ടപ്പോൾ യുദ്ധക്കളം വിട്ടുഓടിപ്പോയി എന്നും മറ്റും ശത്രുക്കൾ പറഞ്ഞു വരുത്തും. പറയാൻ കൊള്ളരുതാത്ത ഭാഷയിൽ അവർ നിന്നെ നിന്ദിക്കുന്നത് എങ്ങനെ നിന്ദിക്കും? യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ചോടിയ വില്ലാളി വീരനിതാ
എന്നും മറ്റും പറഞ്ഞ് പരിഹസിക്കുന്നത്. കേട്ടുകൊണ്ട് ജീവിക്കുന്ന നിനക്ക് ചേർന്നതാണോ നാണക്കേട്. ഇപ്പം അർജുനൻ ചിന്തിച്ചൊന്നും മറ്റുള്ളവർ ആരെങ്കിലും വിചാരിക്കത്തില്ല. വലിയ എല്ലാവരുടെയും ഈ യുദ്ധത്തിന്റെ കെടുതികളെ ഓർത്താണ് ഈ പിന്മാറുന്നതെന്നും ആരും പേടിച്ചു മാറുന്നേ ഈ ലോകം പറയത്തുള്ളൂ. അപ്പം നമുക്ക് ദുഷ്കീർത്തി വരും. അപ്പോൾ എത്രയോ നല്ലൊരു ഒരു ബഹുമാനിതനായിട്ടിരിക്കുന്ന ഈ അർജുനൻ ഏറ്റവും എല്ലാവരുടെയും അർജുനാണ് ഏറ്റവും യോദ്ധാവിന്റെ ഏറ്റവും വില്ലാളിവനാണ് ഈ അർജുനാണ് ശരിക്കുള്ള കഥാപാത്രം. അങ്ങനെയുള്ള അർജുൻ ഈ യുദ്ധം കണ്ട് പേടിച്ചോടി എന്ന് പറയുമ്പോൾ എല്ലാവരും പരിഹസിക്കും. അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ? അപ്പൊ ഈ രീതിയിലൊക്കെ കൃഷ്ണൻ പറയുമ്പോൾ അർജുന് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ആവുക ചെയ്യുന്നത്. അടുത്തത് 37-ാമത്തെ. ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം പ്രാപിക്കാം, ജയിക്കുകയാണെങ്കിൽ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഹേ അർജുന, യുദ്ധം ചെയ്യാൻ തന്നെ നിശ്ചയിച്ച് എഴുന്നേക്കൂ. ഈ വേറൊരു ഇതിൽ പറയുക, ഈ യുദ്ധമാണിത്. ഈ അർജുനൻ എങ്ങനെയാ വന്നത്? ഒരു വെറുപ്പും വിദ്വേഷത്തിൽ പ്രതികാരത്തിലാണ് വന്നത് ഈ യുദ്ധകളത്തിലോട്ട്. അങ്ങനെ വന്നപ്പോഴാണ് തളർന്നു പോയത്. നീ ഇതിനെ എങ്ങനെ ചെയ്യണം, ഈ യുദ്ധം എങ്ങനെ ചെയ്യണം? ഈ പാരമാർത്ഥ സത്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നീ കർത്തവ്യം ചെയ്യാൻ. ഇപ്പോഴത്തെ കർത്തവ്യം എന്തുവാ? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതൊരു ധർമ്മയുദ്ധമാണ്. ഒരു ക്ഷത്രിയന് ധർമ്മയുദ്ധത്തിൽ ചിലപ്പോൾ മരണപ്പെടാം, വിജയിക്കാം, അല്ലെങ്കിൽ മരണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒരു ക്ഷത്രിയന് ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ വീരമൃത്യു എന്നാ പറഞ്ഞ സ്വർഗപ്രാപ്തിയ. വീരമൃത്യു വെച്ചാൽ സ്വർഗപ്രാപ്തിയ. ജയിച്ചാലോ ഈ രാജ്യം അനുഭവിക്കാം. അർജുൻ ആദ്യം പറയുമായിരുന്നു, എനിക്ക് ഇവരെ കൊന്നിട്ട് വേണ്ട ഈ രാജ്യം എനിക്ക് അനുഭവിക്കാൻ. അന്നേരം ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗം കിട്ടും, ജയിച്ചാലോ നിനക്ക് രാജ്യവും ഭരിക്കാം. എങ്ങനെ നോക്കിയാലും നിനക്ക് യുദ്ധം ചെയ്യണം. അപ്പം നിന്റെ സ്വധർമ്മമാണ്. യുദ്ധം ചെയ്താൽ മരണപ്പെട്ടാലോ നിനക്ക് സ്വർഗം കിട്ടും, ജയിച്ചാൽ നിനക്ക് രാജ്യവും അനുഭവിക്കാം. ഈ രീതിയിൽ കൃഷ്ണൻ പറയുക. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ആ മോട്ടിവേഷൻ കൃഷ്ണൻ അർജുന് കൊടുക്കുകയാണ്. യുദ്ധത്തിൽ നീ മരിച്ചു വന്നിരിക്കട്ടെ, അതും നേട്ടം തന്നെയാണ്. ധർമ്മയുദ്ധത്തിൽ മരിക്കുന്നവർക്കുള്ള വീരസ്വർഗം നിനക്ക് കിട്ടും. അവിടെ ദിവ്യഭോഗങ്ങൾ അനുഭവിച്ച് സൂഹിക്കാം. ജയിച്ചാലോ രാജാധിപത്യം കിട്ടും. മരണം വരെ രാജ്യഭോഗങ്ങൾ അനുഭവിക്കാം. മരണശേഷമാവട്ടെ ധർമ്മരക്ഷകനായ വീരക്ഷത്രിയൻ എന്ന നിലയിൽ സ്വർഗത്തിലും ചെന്ന് സൂഹിക്കാം. ധർമ്മപക്ഷത്തായതുകൊണ്ട് രണ്ടായാലും നിനക്ക് നേട്ടം തന്നെ. അപ്പോൾ ഒരു സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഒരു ക്ഷത്രിയന്റെ സ്വധർമ്മത്തിലെ അന്നത്തെ സാധാരണ ഇത് താത്വികമായി പറയുമല്ല, ആ വീരമൃത്യു വരുന്നവർക്കൊക്കെ സ്വർഗം കിട്ടും. ആ സ്വർഗത്തിലോട്ടാണ് അത് ഈ വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാലും നിനക്ക് ലാഭമേ ഉള്ളൂ. നിനക്ക് മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും, മരിച്ചില്ലെങ്കിൽ നിനക്ക് രാജ്യം അനുഭവിക്കും. ഈ ക്ഷത്രിയൻ യുദ്ധം ജയിച്ച് രാജ്യം അനുഭവിച്ചു കഴിഞ്ഞ് ക്ഷത്രിയൻ തിരിച്ചും സ്വർഗത്തിലോട്ട് തന്നെ പോകുന്നത്. മരണപ്പെട്ടാലും സ്വർഗത്തിലാണ് പോകുന്നത്. അല്ലാതെ ജയിച്ചു വന്ന് മരിച്ചാലും സ്വർഗത്തിലോട്ടേ പോകത്തുള്ളൂ. രണ്ടായാലും നിനക്ക് ലാഭമാണ്. അപ്പം ഈ രീതിയിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. അതിനാൽ മേൽപ്പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യാൻ ഉറച്ച് എഴുന്നേൽക്കൂ. ശോകമോഹാകുലനായ അർജുൻ അമ്പും വില്ലും താഴെയിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തേർതൊട്ടിൽ ഇറങ്ങാതെ ഇരിക്കുകയായിരുന്നുവല്ലോ. മൗഢ്യവും വിഷാദവും വിട്ട് എഴുന്നേൽക്കൂ, യുദ്ധത്തിന് തയ്യാറാവൂ എന്ന് കൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു. യുദ്ധത്തിനുള്ള ആഹ്വാനമാണോ ഗീത? മഹാഭാരതത്തിൽ ഗീതയുടെ സന്ദർഭം ഈ ആഹ്വാനത്തെ നീതീകരിക്കുന്നു. എന്നാൽ കൃഷ്ണൻ ഈ ആഹ്വാനത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കേണ്ടത്. കൃഷ്ണന്റെ ഈ ആഹ്വാനത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുന്നതുണ്ട്. ആലസ്യവും വിഷാദവും കളഞ്ഞ് ഉത്സാഹവും ഉന്മേഷത്തോടും കൂടി ജീവിത പ്രശ്നങ്ങളെ നേരിടൂ. നിശ്ചയദാർഢ്യത്തോടെ കർത്തവ്യകർമ്മങ്ങൾ നിറവേറ്റൂ. ജീവിത ആയോധനത്തിൽ വിജയം കൈവരിക്കൂ എന്ന ക്രിയാത്മകമായ ആഹ്വാനമാണ് ഗീതയിലൂടെ കൃഷ്ണൻ മാനവരാശിക്ക് നൽകുന്നത്. ഗീതാ സന്ദേശത്തിന്റെ പ്രായോഗികതയ്ക്ക് ദേശകാല പരിമിതികളില്ല. എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ മതക്കാർക്കും ഒരുപോലെ ബാധകമാണ് ഗീതോപദേശം. ഈ ഗീത അർജുൻ ഉപദേശം കൊടുത്തു. അന്നത്തെ സന്ദർഭം യുദ്ധരംഗമായിരുന്നു. അതായിരുന്നു അന്നത്തെ അർജുന്റെ കർത്തവ്യം. എന്താ? യുദ്ധം ചെയ്യണം. ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഇതേ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം വരും. യുദ്ധം എന്നുള്ളതല്ല, സന്ദർഭങ്ങൾ ഇതേപോലെ നമ്മൾ തളരും. നമ്മുടെ മുമ്പിൽ പല പ്രതിബന്ധങ്ങളും വരും, പല രൂപത്തിൽ വരും. അവിടെ ഒന്നും നമ്മൾ തളരാൻ പാടില്ല.
നമ്മൾ ആലസ്യം ഉന്മേഷമായിട്ട് വേണം ഓരോ പ്രശ്നങ്ങൾ. അല്ല, നമ്മൾ തളർന്നല്ല അഭിമുഖീകരിക്കേണ്ടത്. ഏതിലും വിവേകത്തിൽ നിന്നാൽ നിങ്ങൾക്ക് ധൈര്യം, നമുക്ക് ധൈര്യം വരും. നമ്മൾ ആ വികാരത്തിന് അടിമപ്പെട്ടാലോ നമ്മൾ ഭയങ്കര വീക്കായി പോവും, ദുർബലനായി പോവും, അതാ ഷാർട്ടഡ് ആയി പോവും. അതേസമയത്ത് നമ്മൾ വിവേകത്തിൽ ആ വികാരത്തിൽ ഞാൻ മാറി വിവേകത്തിൽ ഉറയ്ക്കാൻ നമ്മൾ പരിശീലിക്കണം. എങ്ങനെ പരിശീലിക്കണം? ഈ സത്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം, ഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വികാരത്തിൽ മാറാൻ പറ്റും. വികാരം വന്നിരിക്കും, അത് മനുഷ്യനാണെങ്കിൽ അത് സഹജമാണ്. വികാരങ്ങൾ വന്നിരിക്കണം, വികാരങ്ങൾ വരാതിരിക്കുന്നതും തെറ്റാ. എനിക്ക് ഓരോ ഭാവം അനുസരിച്ച് സന്തോഷഭാവണെങ്കിൽ നമുക്ക് സന്തോഷം വരും, ദുഃഖഭാവണെങ്കിൽ ദുഃഖം വരും. ഓരോ അവസ്ഥയിലും എനിക്ക് ആ ഒരു വികാരങ്ങൾ ഉണ്ടാവണം. പക്ഷെ ആ വികാരത്തിൽ കുടുങ്ങി ഞാൻ കർമ്മങ്ങൾ ചെയ്യരുത്. ഇതിനെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മൾ വികാരത്തിൽ നിന്ന് മാറും. നമ്മളത് വികാരം വന്നാലും അതിൽ നിന്ന് മാറി വിവേകത്തിലോട്ട് വന്ന് ഞാൻ കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അതാണ് ഗീത തരുന്ന സന്ദേശം. അല്ലാതെ ഈശ്വരൻ എല്ലാം തരും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെയാണോ ഗീത പറയുന്നത്? പക്ഷെ നമ്മൾ ഇതുവരെ എന്തുവാ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവമാണോ ഇതിൽ തരുന്നത്? നമ്മളെ ശിക്ഷിക്കുന്നതും നമുക്ക് സഹായങ്ങൾ ഉണ്ടാവുന്നതും നമുക്ക് ദുഃഖാവസ്ഥ തരുന്നതും എല്ലാം ഈശ്വരൻ നമ്മൾ വിചാരിക്കുക. നമ്മുടെ തന്നെ കാർമിക് എഫക്റ്റ് ആണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വികാരത്തിൽ ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നത്. ഈ വികാര കർമ്മങ്ങൾ അധർമ്മ കർമ്മങ്ങൾ, അതിന്റെ പ്രതിഫലം എന്തോ അധർമ്മം തന്നെ നമുക്ക് കിട്ടും. വാളെടുത്തവൻ വാളാൽ, ചെറിയ വാളായാലും വലിയ വാളായാലും നമ്മളൊരു ചെറിയ അധർമ്മം ചെയ്യുന്നു, ആ ചെറിയ ഇതിലുള്ള അധർമ്മങ്ങൾ നമുക്ക് അഡ്വേഴ്സിറ്റി വരും. നമ്മൾ വലിയ വലിയ അധർമ്മങ്ങൾ ചെയ്താൽ വലിയ വലിയ അഡ്വേഴ്സിറ്റികൾ വരും. അപ്പൊ ഇതിനെ ഉൾക്കൊണ്ടാൽ നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കും. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ പേടിക്കേണ്ട, ഈശ്വരനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്. ഈശ്വരൻ നിർഗുണ പരബ്രഹ്മോ, അതല്ല നമ്മൾക്ക് ഈ ശിക്ഷ തരുന്നേ, പരീക്ഷിക്കുന്നത്. പരീക്ഷണം എന്നുള്ളത് ഇതൊക്കെ നമ്മൾ ഇത് ജ്ഞാനയോഗത്തിലെ ഇതാണ് എല്ലാത്തിൻ്റെയും മെക്കാനിസം. ഇത് തന്നെ. ഏത് മാർഗത്തിൽ കൂടെ വന്നാലും ഇതിൽ കൂടെ എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാര്യങ്ങളെല്ലാം ഇതാണ് പരമാർത്ഥം. അപ്പൊ ഇതിനെ നമ്മൾ ഉൾക്കൊള്ളുക. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? അടുത്തത് എങ്ങനെയാ അറിയോ? അടുത്താണ് ഇമ്പോർട്ടന്റ്. നമ്മളെ ഒരു ആയോധനത്തിൽ നമ്മൾ ജീവിതത്തിനെ നേരിടുമ്പോൾ നിന്റെ മനോഭാവം എങ്ങനെ ഇരിക്കണം എന്ന് പറയാൻ കേട്ടുള്ളൂ. അവിടാണ് സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജിത്സ നൈവം പാപ്യമവസ്ഥതി. അപ്പം നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ജീവിതത്തിനെ ഫേസ് ചെയ്യുമ്പോൾ നിന്റെ മനോഭാവം, നമ്മൾ ജീവിതത്തിനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവമാണ് ഏറ്റവും മുഖ്യം. മനോഭാവം എങ്ങനെ ഇരിക്കണമെന്ന് പറയാൻ കേട്ടോളൂ. ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും സമഭാവനയിൽ, അതാ എല്ലാത്തിനെയും ബാലൻസ്ഡ് മൈൻഡിൽ കൊണ്ടുവരണം. അതിന്റെ അടുത്ത ശ്ലോകത്തിൽ അതാ പറയുന്നത്. നമുക്ക് നാളെ മൺഡേ കാണാം.